നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു വാഹനം റോഡിലൂടെ എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. ഞാൻ അത് ഓടിച്ചു തന്നെ കാണിച്ചു തരാം, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ഓടിച്ചു തന്നെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ പുതിയതായിട്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിൽ ആദ്യമേ കയറി ഇരുന്നിട്ട് നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. കാരണം നമ്മളൊരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എടുക്കാൻ പഠിക്കണം. കൃത്യമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ എടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് എന്തെല്ലാമാണ് ഒരു വാഹനത്തിൽ കയറുക. കാരണം നമ്മളൊരു വണ്ടി നിൽക്കുന്ന വാഹനമാണ്, അവിടെ നിന്നെല്ലാം നമ്മൾ എടുക്കുകയാണ്. കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്തിട്ടാണ് ആ വണ്ടി അവിടുന്ന് മൂവ് ആകുന്നത്. ഇത് കൃത്യമായിട്ട് നമുക്ക് ചെയ്താൽ മാത്രമേ ചെയ്തുള്ളൂ. പലയിടങ്ങളിലും നമ്മളൊരു വാഹനം എടുക്കുകയാണ്. കാരണം വീടിന്റെ മുറ്റത്തുനിന്ന്, അതുപോലെ തന്നെ കാർ പോർച്ചിൽ നിന്ന്, അതുപോലെ തന്നെ തിരക്കിൽ നിന്ന്, അതുപോലെ തന്നെ ട്രാഫിക്കിൽ നിന്ന്, എല്ലാം റോഡിൽ നിന്ന്, പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന്, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന്, എവിടെ നിന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു വണ്ടി എടുക്കുകയാണ്. അപ്പൊ ഓടുന്ന വണ്ടിക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നു, ആ സൈഡ് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. നിൽക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലച്ചിലും ബ്രേക്കിലുമാണ്. അപ്പൊ അവിടെ ബ്രേക്കിൽ നിന്ന് മാറുന്നത് ക്ലച്ച് എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തെല്ലാമാണ് അവിടെ ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഒരു വാഹനത്തിൽ കയറി എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റ് തന്നെ ആദ്യമേ ഇടാൻ പഠിക്കേണ്ടത്. നമ്മൾ ആദ്യമേ വാഹനത്തിൽ കയറി എന്ത് ചെയ്യണം, നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് വെക്കണം. കാരണം നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രേക്ക് പിടിക്കണം. ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ എവിടെ ഉണ്ടായിരിക്കണം, സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗിലും ബ്രേക്കിലും കൃത്യമായിട്ട് എത്തത്തക്ക രീതിയിൽ നമ്മൾ സീറ്റ് അറേഞ്ച് കൃത്യമായിട്ട് ചെയ്താൽ എന്ത് ചെയ്തുള്ളൂ, കൃത്യമായിട്ട് നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്തും ജെർക്കിംഗ് ഇല്ലാതെ കൃത്യമായിട്ട് നമുക്കൊരു വാഹനം സ്മൂത്ത് ആയിട്ട് വണ്ടി നിർത്താൻ സാധിക്കുള്ളൂ. പലരും എന്ത് ചെയ്യും, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റിയറിംഗിൽ പിടിക്കും, കാല് നേരത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചോണ്ട് എന്ത് ചെയ്യും, കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് ബ്രേക്ക് ചവിട്ടി നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്റ്റിയറിംഗിൽ വിട്ട് കണ്ട് ഇങ്ങനെ നോക്കും. കണ്ട, ഈ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കണം. എന്ത് ചെയ്യും, ചിലപ്പോൾ കയറി ഇരുന്നപ്പോൾ ചിലപ്പോൾ എത്താതെ വരും. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അത് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രേക്കിലും സ്റ്റിയറിംഗിലും കൈ പിടിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് കണ്ട ഒരു രീതിയിൽ കൃത്യമായിട്ട് സീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ചാരും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ മുകളിലോട്ട് പിടിച്ചുകൊണ്ട് നമ്മൾ വലുതായിട്ട് എന്ത് ചെയ്യരുത്, പ്രസ് ചെയ്യരുത്. ഇങ്ങനെ ചെറുതായിട്ട് ആ സീറ്റിൽ ഒന്ന് മുട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്റ്റിയറിംഗെ പിടിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സ്റ്റിയറിംഗിൽ വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ചാര് വേറെ രീതിയിലൊക്കെ പോകും. അപ്പം സ്റ്റിയറിംഗിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എന്ത്, നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ചാരിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റിയറിംഗ് പിടിക്കുന്നത്. അത് കൃത്യമായിട്ടാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരെ ഇരുന്നോണ്ട് കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ചോണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്രയും വേണമെന്ന് അറിയത്തില്ല, കണ്ടല്ലേ. അപ്പൊ എത്രയും വേണമെന്ന് അറിയത്തില്ല. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് വേറെ രീതി. കാരണം സ്റ്റിയറിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ പുറമൊക്കെ സീറ്റിൽ നിന്ന് മാറിപ്പോ. അതുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എന്തിനാ, ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കേണ്ട ഞാൻ കാണിക്കുന്നില്ല, ന്യൂട്രലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മിററുകളൊക്കെ ക്ലിയർ ചെയ്തു. നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇടുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഫസ്റ്റ് ഗിയർ കൊടുത്തു അതിന് ലാസ്റ്റിൽ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് മാറ്റി. ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റുന്ന വരെ നമ്മുടെ ശ്രദ്ധ മൊത്തം വാഹനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വണ്ടി എടുക്കാൻ സാധിക്കുള്ളൂ. കൃത്യമായിട്ട് ആ ക്രമമായിട്ട് ചെയ്താൽ മാത്രം. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിൽ നോക്കി. കാരണം നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് റൈറ്റ് സൈഡാണ്. അപ്പം ഓവർടേക്ക് തരുമ്പോൾ റൈറ്റ് സൈഡ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ മിററിൽ നോക്കുന്നു. റൈറ്റ് സൈഡിൽ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വാഹനം എടുക്കാം. ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിലല്ല അവിടെ കാര്യം, നമ്മൾ ആ മിററിൽ നോക്കുന്നതിലാണ് കാര്യം. വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സത്യത്തിൽ ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെങ്കിൽ നമ്മൾ മിററിൽ നോക്കുന്നതാണ് നമുക്ക് വണ്ടി കാണാം. അതുപോലെ തന്നെ വണ്ടി നമുക്ക് മിററിൽ നോക്കുന്നത് തന്നെ കാണത്തില്ല. അപ്പൊ ആ സമയത്ത് നമുക്കാണെങ്കിൽ ഇൻഡിക്കേറ്റർ കൊടുത്തില്ലേലും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അവിടുത്തെ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ ബ്രേക്കിൽ നിന്നൊന്ന് മാറ്റി നോക്കണം. പതിയെ ബ്രേക്കിൽ, കാരണം അവിടെ കാർ ക്ലച്ച് കൊണ്ടേ നല്ല നിങ്ങൾ നോക്കണ്ട. കാരണം നമ്മൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ച് എന്നാണ് എടുക്കുന്നത്. അപ്പൊ സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളത് ആക്സിലേറ്റർ. അപ്പൊ നമ്മളിപ്പോ എവിടെ നിന്നും എടുക്കുന്ന ഒരു വണ്ടി ആക്സിലേറ്റർ എന്തിനു മാത്രമേ പറ്റുള്ളൂ, സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു വണ്ടി എടുക്കുകയാണ് ഒരിടത്തുനിന്ന്. അപ്പൊ എടുക്കുന്ന വണ്ടിക്ക് എന്തിന്റെ ആവശ്യമില്ല, ആക്സിലേറ്റർ ആവശ്യം വരുന്നില്ല. അപ്പൊ ബ്രേക്കിൽ നിന്ന് മാറ്റി പതിയെ എടുത്ത് നോക്കണം. നിങ്ങൾ പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കരുത്. കാരണം ചിലപ്പോൾ ഒരു സ്ലോപ്പ് ഇറക്കം വരും. കാരണം നമ്മൾ 4 സൈഡിലെ വീലുകൾ ഉരുണ്ട് കിടക്കുമായതുകൊണ്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കാം, മുൻപോട്ടൊക്കെ പല ബാക്കിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പതിയെ എടുത്ത് നോക്കുമ്പോൾ മുൻപോട്ടോ ബാക്കിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ ഗിയറിൽ ഇട്ടിരിക്കാണ്ട്, മുൻപോട്ടുള്ള ഗിയറിൽ ഇട്ടിരിക്കാണ്ട് മുൻപോട്ടോ ബാക്കിലേക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്കിൽ നിന്ന് മാറ്റി നടാം. നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റുന്ന കാല് പിന്നെ ഒരു കാരണവശാലും പ്ലാറ്റ്ഫോമിലേക്ക് താത്തു വെക്കരുത്.
ഈ കാല് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിലേറ്റർ കൊടുത്തില്ലേലും ആക്സിലേറ്ററിന്റെ മുകളിലോട്ട് വെക്കുക. അപ്പൊ എനിക്ക് ഇവിടുന്ന് വണ്ടി മുന്നോട്ട് ബാക്കോട്ട് പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കിന് പയ്യെ മിററിൽ നോക്കി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാൻ പേടി, തനിയെ വാഹനം ഓടിക്കണമെന്ന് അതിയാ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എന്നതിന് ശേഷവും 1-2 പ്രാക്ടീസിന് പോയതല്ലേ, ഇപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എത്ര എക്സ്പീരിയൻസ് ഒരാളായാലും ക്ലച്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഫസ്റ്റ് ഗിയറിൽ മുകളിൽ വരുന്നിടം വരെ എടുത്തോണ്ട് പോകരുത്, ഓടിക്കുക. നമ്മൾ മേളിൽ വരെ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സ്ലോയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പതിയെ അങ്ങോട്ട് എടുത്തു. അപ്പൊ എനിക്കൊരു ജംഗ്ഷനാണ്, സ്ത്രീകൾ തുടക്കക്കാർ ഓടിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഓടിച്ച് കാണിക്കണം. എനിക്കൊരു ജംഗ്ഷൻ വന്നു, ഞാൻ ഇവിടെ നിന്ന് ക്ലച്ച് ചവിട്ടി അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഞാൻ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഞാൻ ഇതുപോലെ ഇത് കണ്ട, നമ്മൾ ഇങ്ങനെ നോക്കണം. സീറ്റ് എന്ത് ചെയ്ത് ഞാൻ ഇങ്ങനെ നോക്കാൻ പാടില്ല. ഈ നമുക്ക് കണ്ടില്ല, കറക്റ്റ് കാണത്തക്ക പോലെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുക. നമുക്കിപ്പം കാണുകയല്ല, ഇങ്ങനെ കാണാനുള്ള കാരണം എന്താ, വണ്ടി മുൻപിലായില്ലെന്ന് അർത്ഥം. അപ്പൊ നമ്മുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് 2 സൈഡിലും കാണത്തക്ക പോലെ ആകുമ്പോഴായിരിക്കും നമുക്ക് ആ ലൈനിലാവുള്ളൂ. കണ്ട, എനിക്ക് കൃത്യമായിട്ട് 2 സൈഡും കാണത്തക്ക പോലെ ഞാൻ വണ്ടി കൊണ്ട് നിർത്തി. വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഇവിടെ നിർത്താൻ മതി. കാരണം നമ്മളിവിടെ നിൽക്കുമ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ, നമ്മൾ ഇപ്പൊ ഓടി വന്ന ഈ റോഡിലാണ്, ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തണം. എന്നിട്ട് നമുക്ക് 2 സൈഡിലും വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ എന്ത് ചെയ്യാം, നമുക്ക് പോകേണ്ട റൈറ്റോട്ടാണ്. എന്ത് ചെയ്തു, ഞാൻ ആ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ വണ്ടി പതിയെ അങ്ങോട്ട് എടുക്കാം. കേട്ടാ, വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ സൈഡിലോട്ട് തന്നെ വണ്ടി എന്ത് ചെയ്യുക, ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സൈഡിൽ തന്നെ ആയി ഉറപ്പ് വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിയറിംഗ് പോകുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഞാനിപ്പോ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇപ്പം ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യരുത്. അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ടികളില്ലാതെ വെപ്രാളം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ഗിയർ ഇടാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് ഗിയറിലേക്ക് കൈ വരുത്. കാരണം നമ്മൾ സ്റ്റിയറിംഗിലൊക്കെ അറിയാതെ എന്തായിപ്പോ മുറുകയായിപ്പോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഏത് സൈഡിലോട്ടാണ് പോകുന്നത് അറിയാതെ നിങ്ങൾ പെട്ടെന്ന് ഗിയറിലേക്കുള്ള ശ്രദ്ധ നിൽക്കുന്നുണ്ട്, വണ്ടി അതിലേക്ക് പോകും. അപ്പം നിങ്ങൾ പിന്നെ ആ വണ്ടി അതിലേക്ക് പോകുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഗിയറിലേക്ക് പിടിച്ച് ഇങ്ങനെ പിടിക്കും. അപ്പൊ ഗിയർ വീഴത്തില്ല, ന്യൂട്രലാകും. പിന്നെ നിങ്ങൾ മുന്നോട്ട് വണ്ടി പോകുന്ന കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഗിയർ വീഴത്തില്ല. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ സൈഡിൽ തന്നെ കൃത്യമായി ആണെന്ന് കണ്ട് ക്ലച്ച് നല്ലപോലെ ചവിട്ടിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങളുടെ കൈ ഗിയറിലേക്ക് വരാവൂ. ഇപ്പൊ ഞാനിപ്പം സെക്കൻഡ് ഗിയറിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്, എന്റെ സൈഡിൽ കൂടെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മള് ഈ റോഡിൽ നമ്മുടെ കണ്ണ് മാറാൻ പാടില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ തന്നെ നോക്കിക്കൊണ്ട്, അപ്പൊ നമ്മുടെ വാഹനം നമ്മൾ ഓടിക്കുന്നത് കൈയും കാലും കൊണ്ടാണ്. നമുക്ക് കൃത്യമായിട്ട് കൈയും കാലും എവിടൊക്കെയാണ് ഇരിക്കുന്നത്, എവിടൊക്കെയാണ് വെച്ചാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, വാഹനത്തിൽ നമ്മൾ ആ കൈയും കാലും ചെല്ലേണ്ടടുത്ത് കൊണ്ട് കൃത്യമായിട്ട് ചെയ്താൽ മതി. നമുക്കിപ്പം കൈ കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റീയറിംഗും ഗിയറുമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൊണ്ട് ഉപയോഗിക്കുന്നത് ക്ലച്ച്, ബ്രേക്കും ആക്സിലേറ്ററുമാണ്. അപ്പം നമുക്ക് കാലും കൊണ്ട് വന്ന് സ്റ്റിയറിംഗ് പിടിക്കാനോ അതുപോലെ തന്നെ ഗിയർ ഇടാനോ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ തേർഡ് ഗിയർ അതിന്റെ ഇടയ്ക്ക് ഇട്ടായിരുന്നു. ഇപ്പൊ ഒരു വണ്ടി മുന്നിൽ നിന്ന് ഞാൻ പതിയെ ബ്രേക്കിലേക്ക് വെച്ചു, അതിന്റെ കൂട്ടത്തിന്റെ ക്ലച്ചോട് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ആക്കി. കണ്ടോ? അപ്പൊ വണ്ടി നിന്നില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയർ. കാരണം വണ്ടി നിന്നാൽ മാത്രം നമ്മൾ ഫസ്റ്റ് ഇട്ടാൽ മതി. സെക്കൻഡ് ഇട്ടു, അപ്പം അവിടെ വണ്ടി നിർത്തേണ്ടി വന്നു. അപ്പൊ ഞാൻ നിർത്തിയതിനു ശേഷം പിന്നെ നിങ്ങൾ ഗിയർ മാറാൻ മറന്നു പോകരുത്. എന്ത് ചെയ്തു, നിന്നുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്നിട്ട് പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്നു. കണ്ടോ? അപ്പൊ ആദ്യം ആ ബൈക്ക് അവിടെ അവന്റെ വണ്ടി ഇങ്ങനെ ക്രോസ് കയറിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ നിർത്തുന്നത്. അപ്പൊ ആദ്യത്തെ ആ രീതി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് എടുക്കാമായിരുന്നു. അപ്പൊ അവിടെ വണ്ടി നിന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് ആ സെക്കൻഡ് ഗിയർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ കഴിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, അന്നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുക. അല്ല നമ്മൾ ഓടി വരുന്ന ഗിയർ നമ്മളെ വണ്ടി നിന്നെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ആ ഗിയറിൽ എടുക്കാൻ ശ്രമിക്കരുത്. പലരും എന്ത് ചെയ്യും, ഗിയർ മാറാൻ മറന്നു പോകും നിന്ന് കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ നിൽക്കുന്ന വണ്ടിക്ക് ഏത് ഗിയർ തന്നെ കൊടുത്താലേ വണ്ടി എടുക്കാൻ സാധിക്കുള്ളൂ, ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്താലേ എടുക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ കണ്ടില്ലേ, അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വണ്ടികളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ വണ്ടികളെ നോക്കിക്കൊണ്ട് പലർക്കും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലേക്ക് നോക്കുമ്പോൾ പലർക്കും പ്രശ്നമാണ്. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മളെ തട്ടുന്ന പോലൊക്കെ തോന്നും. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ നോക്കാതെ എന്ത് ചെയ്താൽ മതി, ഓടിച്ചാൽ മതി. ഇപ്പം മുൻപിൽ ഒരു ഹമ്പുണ്ട്, എന്ത് ചെയ്തു, ഞാൻ ഇവിടുന്ന് ആ സൈഡിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി. എന്നിട്ട് ഫസ്റ്റിലെ വീൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്ലച്ച് പതിയെ എടുത്തു. കണ്ട, കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ജെർക്കിങ് ഇല്ലാതെ തന്നെ, അതുപോലെ തന്നെ എടുത്ത് ചാടാതെ തന്നെ എന്ത് ചെയ്തു, അമ്പ് നമുക്ക് കൃത്യമായിട്ട് ഇറക്കാൻ കഴിയും. അപ്പൊ ഫ്രണ്ടിലത്തെ വീൽ ഇറങ്ങി കഴിയുമ്പോഴേ എന്ത് ചെയ്യണം,
നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് ഇറങ്ങണം. അപ്പം ഗിയർ എന്റെ ശ്രദ്ധിക്കണം, സെക്കൻഡ് ഗിയർ തന്നെയാണ്. നമ്മൾ ഈ വണ്ടി ഹമ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നിർത്തണ്ടെങ്കിൽ വന്നെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ ചെറിയൊരു അനക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഗിയറി വന്നാലും ഒരു ഹമ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ അത്ര സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ആക്കി കൊടുത്താൽ മതി. കാരണം നിന്നാൽ മാത്രം ഫസ്റ്റ് ഇട്ടാൽ മതി. ചെറുതായിട്ട് നമുക്ക് നടന്നിറങ്ങാനാണ്, കാരണം നിർത്തിയെടുക്കാനല്ല. അപ്പൊ ചെറുതായിട്ട് ഒരുങ്ങണം. അപ്പൊ തേർഡ് ഗിയറിലാകുമ്പോൾ എന്ത് ചെയ്യും, ബാക്കിലെ വീലൊക്കെ എടുത്ത് ആടും. അപ്പം വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ തേർഡ് ഗിയറിൽ എന്ത് ചെയ്യരുത്, ഒരു ഹമ്പുകളൊന്നും ചാടരുത്, സെക്കൻഡ് ഗിയർ ഇടുക. സെക്കൻഡ് ഗിയർ ഇട്ടാൽ നമുക്ക് പതിയെ നടന്ന് നമുക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ പതിയെ അങ്ങോട്ട് നമുക്ക് ബാക്കിലിരിക്കുന്ന അറിയാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ആ ഹമ്പുകളൊക്കെ സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ കഴിയും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ഗിയറും ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾക്കിപ്പം ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഇടാൻ കഴിയുന്നുള്ളൂ. അപ്പൊ നമുക്ക് കൈക്കും കാലിനും അത്ര ബാലൻസ് ആയി എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ മറ്റുള്ളവരെല്ലാം 5 ഗിയർ ഇടുന്നുണ്ടല്ലോ, 5 ഗിയർ എപ്പോഴും ഇടാൻ പറ്റുന്നത്, 5 ഗിയർ ഇട്ടിട്ട് നമുക്ക് വണ്ടി ഓടിച്ചാൽ മതി, അല്ലെങ്കിൽ 5 ഗിയർ ഓടാൻ പറ്റുന്നതിന് അന്ന് തൊട്ട് വണ്ടി റോഡിൽ ഓടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും ഇരിക്കണം. കാരണം നമ്മുടെ കൈക്കും കാലിനും ബാലൻസ് വരുന്നതനുസരിച്ച് നമ്മൾ ഗിയറിൽ ഇടുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറിലും ഒരു ഫസ്റ്റ് ഗിയറിൽ എന്താണോ അതാണ് ഡ്രൈവിംഗ് നമ്മളെ കാണിച്ചു തരുന്നത്. കാരണം കൊച്ചു പിള്ളേരുടെ കാര്യം പറഞ്ഞാൽ ഒരു പതിയെ പതിയെ കൈയും കാലും അനങ്ങുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഗിയർ. അപ്പം ഡ്രൈവിംഗ് എന്താണെന്ന് ഫസ്റ്റ് ഗിയർ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കൈക്കും കാലും സ്പീഡ് ബാലൻസ് വരുന്നതനുസരിച്ചാണ് ഓരോ ഗിയർ മുന്നോട്ട് പെട്ടെന്ന് ഇടുന്നത്. അപ്പൊ അല്ലാതെ സെക്കൻഡ് ഗിയറിന് വേറെ പ്രത്യേക ഡ്രൈവിംഗ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ആ ബാലൻസ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തേർഡ് എന്നുള്ളത് ഫോർത്ത് എന്നുള്ളത് ഫിഫ്ത്തും ഒക്കെ നമ്മൾ തന്നെ ഇട്ടോളും. അപ്പൊ നമ്മുടെ റോഡിന്റെ നമുക്ക് ലൈസൻസ് സാധിക്കുന്ന ലെഫ്റ്റ് സൈഡ്. ഞാനിപ്പോ ഒരു തുടക്കക്കാർ ഓടിക്കുന്ന രീതി തന്നെയാണ്, ചെറിയ റോഡുകൾ തന്നെയാണ്. അപ്പൊ വണ്ടികൾ ഒരുപാട് ഉണ്ടായിരുന്നാലും ഞാൻ എന്ത് ചെയ്തു, എന്റെ സൈഡ് തന്നെ ചേർന്ന് തന്നെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു തിരക്കാണല്ലോ, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മളെ ചീത്ത വിളിക്കും, ഇങ്ങനെ നമ്മൾ പേടിച്ച് എന്ത് ചെയ്യണ്ട, എടുക്കാതിരിക്കരുത്. നമ്മൾ വണ്ടി കണ്ടിന്യൂ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മുടെ സൈഡ്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മാറിപ്പോകരുത്. അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ കൂടെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്കിൽ നിന്ന് ഒരു വണ്ടിയുടെ ഓണടി കേൾക്കും. അപ്പൊ പലരും എന്ത് ചെയ്യും, ഈ മിററിലേക്ക് നോക്കി വെപ്രാളം പിടിച്ച് ആ വണ്ടിയെ നോക്കി ഓരോന്ന് എന്ത് ചെയ്യും, വെപ്രാളത്തിന് ഓരോന്നോരോന്ന് ഫ്രണ്ടിലോട്ടുള്ള ചെയ്തു. കാരണം നമ്മുടെ വണ്ടി എങ്ങോട്ടാ മൂവിങ്, ഫ്രണ്ടിലോട്ടാണ്. അപ്പൊ നിങ്ങൾ ഫ്രണ്ടിലെ കാര്യങ്ങൾ മറന്ന് എന്ത് ചെയ്യും, ബാക്കിലെ വണ്ടിയെ ശ്രദ്ധിച്ച് ഇങ്ങനെ അവർ ഓൺ അടിക്കുന്നുണ്ടോ എന്ത് ചെയ്യും, വെപ്രാളം കാണിച്ച് പലത് കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഫ്രണ്ടിലുള്ള ഗ്യാപ്പുകൾ മനസ്സിലാക്കാതെ ഓരോന്നോരോന്ന് കൈയും കാര്യം എവിടെ ഇരിക്കുന്നതെന്ന് അറിയാതെ എന്ത് ചെയ്യും, പലതും ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ബാക്കി വരുന്ന ഓണടി കേട്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വെപ്രാളം പിടിക്കുവോ ധൃതി വെക്കുവോ ഒന്നും ചെയ്യരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ബാക്കിൽ 2 കാരണത്താൽ ഒരു ബാക്കി വരുന്ന വണ്ടി ഓൺ അടിക്കുക. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഒരു സർക്കിൾ പോലാണ്, എനിക്കിപ്പം റൈറ്റ് യൂ ടേൺ പോലാണ് പോകണം. ഞാൻ ഇത് എന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നത്. അപ്പൊ ഞാൻ സ്ലോ ആക്കണം, അവിടെ റോഡുണ്ട്. അപ്പൊ ഞാൻ സ്ലോ ആക്കി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു, എന്നിട്ട് എന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഈ റൗണ്ട് ആണ്, സർക്കിൾ റൗണ്ട് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ സൈഡ് തന്നെ ഇങ്ങനെ ചേർന്ന് തന്നെ പോകുന്നു. കണ്ട, ഈ സൈഡ് തന്നെ ചേർന്ന് പോകുന്നു. അവിടുന്ന് ഒരു ജോയിന്റ് റോഡ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് വരുന്ന വണ്ടികളെ നോക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യോ, പതി അങ്ങോട്ട് എടുക്കാവൂ. അവിടുത്തെ വണ്ടിക്കാണ് മുൻഗണന. അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യോ, നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സൈഡ് തന്നെ ചേർത്ത്, കണ്ട, ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഇങ്ങോട്ട് വന്നു. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, വണ്ടി ഓടിക്കുക. അപ്പൊ നമ്മൾ അവിടെ സ്ലോയിൽ പോകുന്നതിലല്ല, നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്, അല്ലാതെ സ്പീഡിലല്ല അവിടെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പം ബൈക്കിൽ നിന്ന് വരുന്ന ഒരു വണ്ടി ഓൺ അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തത്, നിങ്ങൾ വെപ്രാളം പിടിക്കോ ധൃതി വെക്കരുത്. കാരണം രണ്ട് കാരണത്താൽ ഓൺ അടിക്കാം. ഒന്ന്, നമ്മുടെ വാഹനം സ്ലോ ആയതുകൊണ്ട് ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടി എന്ത് ചെയ്യാം, ഓൺ അടിക്കാം. കാരണം നമ്മുടെ ആ ഒരു ഇതല്ലായിരിക്കും, അവർക്ക് ഇച്ചിരി തിരക്ക് കൂടുതലായിരിക്കും. എന്ത് ചെയ്യും, അവരെ ഓൺ അടിച്ചിരിക്കും. കാരണം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വണ്ടി നമ്മുടെ സൈഡിൽ അല്ലെങ്കിലും ഓൺ അടിക്കും. അപ്പൊ ഈ 2 കാരണത്താൽ ഓൺ അടിക്കും. അപ്പൊ നമ്മൾ ഒരു ഓൺ അടിച്ചുകൊണ്ട് വെപ്രാളം പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താ, എന്റെ വണ്ടി എന്റെ സൈഡിലാണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ഓൺ അടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബാക്കി വണ്ടിയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഫ്രണ്ട് ഭാഗം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കറക്റ്റ് ആണോ ചേർന്നാണോ പോകുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്ത് ചെയ്തോളും, അവർ കയറി പൊക്കോളും. അല്ല നമ്മൾ നിർത്തിയിട്ട് സൈഡ് കൊടുക്കണമെന്നൊന്നും ഇല്ല. അതുപോലെ തന്നെ അവർ ഓൺ അടിച്ചതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈഡില്ലാതെ വെറുതെ ഇങ്ങനെ കാനയിലോട്ട് ചാടിച്ച് നമ്മൾ സൈഡ് കൊടുക്കണമെന്നും ഇല്ല. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഫ്രണ്ട് ഭാഗം നമുക്ക്, അല്ല പലരും എന്ത് ചെയ്യും, സൈഡ് നമുക്ക് ചേർത്ത് പോകാൻ പറയുമ്പോൾ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ സൈഡിലേക്ക് നോക്കിയല്ല നിങ്ങൾ സൈഡ് ചേർത്ത് നോക്കേണ്ട, ഫ്രണ്ട് ഭാഗം കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ കൊണ്ടുപോയാൽ ബാക്കി ഭാഗം എന്ത് ചെയ്തോളും, സൈഡ് ചേർന്ന് വന്നോളും. പലരും ലെഫ്റ്റ് സൈഡ് ഈ ചേർന്ന് പോകണമെന്ന് പറയുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി ഇങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒന്നീ ഫ്രണ്ട് ഭാഗം ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം വൈഡ് ആയിട്ട് പോകും. അപ്പൊ കൃത്യമായിട്ട് നേരെ എന്ത് ചെയ്തില്ല, ആ വാഹനം പോകുകയല്ല. കാരണം ഈ നോട്ടം ഇങ്ങോട്ട് തുടക്കക്കാർ വരുമ്പോഴത്തേനും വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് മാറും, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് പോകും. കണ്ട, എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ പോകുന്നതാണ്, ഇങ്ങോട്ട് പിന്നെ പിടിക്കും. അപ്പൊ അവിടോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ പോകും.
അപ്പൊ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി എന്ത് ചെയ്തില്ല, സൈഡ് നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ സൈഡ് ചേർക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട് ഭാഗം കൃത്യമായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ടാ, ഞാൻ എന്റെ ഫ്രണ്ട് ഭാഗം കൊണ്ടുപോകുമ്പോൾ കണ്ട ബാക്ക് ഭാഗം കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട്, ബാക്കി കറക്റ്റായിട്ട് വന്നോളൂ. അപ്പൊ നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ നിങ്ങൾ ശ്വാസം പിടിച്ച് തന്നെ ഇങ്ങനെ ഓടിക്കരുത്. എന്ത് ചെയ്യണം, നിങ്ങളൊരു 1/2 കിലോമീറ്റർ ഓടിച്ചു, എന്ത് ചെയ്തു, സൈഡ് ഉള്ളിടത്തോട്ട് എന്ത് ചെയ്യുക, സൈഡ് ചേർന്ന് നിർത്തണം. വാഹനത്തിന്റെ ആദ്യം നമ്മൾ തേർഡ് ഗിയർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ച് ഔട്ടിങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെ സൈഡിലോട്ട് ചേർത്ത് ഒന്ന് വണ്ടി നിർത്തി കണ്ട നേരെയാക്കി വണ്ടി നിർത്തിയതിന് ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, എന്റെ വണ്ടി എന്തൊക്കെ ചെയ്യണം അത് ചെയ്തേച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ ബാക്കിലേക്ക് നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുത്ത് ഇങ്ങനെ റിലാക്സ് ആക്കി തന്നെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ അങ്ങനെ നിർത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ട്രാഫിക് ബ്ലോക്കിലുകൾ ചെന്നാലും നമുക്ക് പ്രയാസങ്ങൾ വരത്തില്ല, പെട്ടെന്ന് നമുക്ക് നിർത്താനും എടുക്കാനും ഒക്കെ ആ ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതും കാണിച്ചതും ചെയ്തതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇതിനകത്ത് ചോദിക്കുക. അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.